സംഗീതം ആത്മാവിന്റെ ഭാഷയാണെന്ന് നാം പറയാറുണ്ട്. എന്നാൽ ചില രാഗങ്ങൾ കേൾവിക്കാരുടെ മനസ്സിൽ ഭീതി ഉണർത്തുന്നു. അത്തരം ഒരു രാഗമാണ് ആഹിരി. പലപ്പോഴും മരണവും വിപത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു രാഗമാണ് ആഹിരി രാഗം. ഈ രാഗത്തിൽ ചുരുക്കം ചില പാട്ടുകൾ മാത്രമാണ്. അതിലൊന്ന് നിർമാല്യം എന്ന സിനിമയിലെ പനിമതി മുഖി ബാല എന്ന ഗാനം. അതിനുശേഷമാണ് മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ 2 പാട്ടുകൾ. ഒന്ന് പഴം തമിഴ് പാട്ടുകയും 2 ഒരു മുറൈ ബന്ധു പാറായ എന്ന ഗാനം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടുമാണ്. അതിനുശേഷമാണ് രതിനിർവേദം എന്ന സിനിമയിൽ ചെമ്പകപ്പും കാട്ടിലെ എന്ന ഗാനം ചേർന്നത്. അങ്ങനെ ആകെ 4 പാട്ടാണ് ഈ രാഗത്തിലുള്ളത്. മണിച്ചിത്രത്താഴിന്റെ നാഗവല്ലിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഗം. എന്തുകൊണ്ടായിരിക്കും നാഗവല്ലി ഈ രാഗം പ്രിയപ്പെട്ടതായത്? എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതൊരു ഭീതി ഉണർത്തുന്ന രാഗമാണ്. അതുകൊണ്ടായിരിക്കും നാഗവല്ലിക്ക് ഇത്രയും പ്രിയമായത്. ഇതിനു പുറമെ വിലക്കപ്പെട്ട രാഗമെന്നും ആളെ കൊല്ലി രാഗമെന്നും ഈ രാഗത്തിനെ പറയാറുണ്ട്. സമയം തെറ്റി പാടിക്കഴിഞ്ഞാൽ ആ പാടുന്ന ആളുടെ അത്താഴം മുടങ്ങുമെന്നാണ് പറയുന്നത്. പഴമൊഴിയാണ്. നമുക്ക് എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്നറിയില്ല. എന്നാലും പലരും ഇന്ന് ആ രാഗത്തിലുള്ള പാട്ടുകൾ പാടാൻ ഭയക്കുന്നു. ആ വിശ്വാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? ശരിക്കും ആ രാഗത്തിൽ പാട്ട് പാടിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ആ രാഗത്തിനാണോ പ്രശ്നം? അതോ പാടുന്ന ആൾക്കാർക്കാണോ പ്രശ്നം? ഈ രാഗത്തിന് ഒരു ഇരുണ്ട വശമുണ്ട്. അത് കേവലം ഒരു ഐതിഹ്യം മാത്രമല്ല. സംഗീതജ്ഞർക്കിടയിൽ അതിന് വിശ്വാസവുമുണ്ട്. പാതിരാത്രിക്ക് ശേഷം, അതായത് 3-4 മണിയോട് അടുപ്പിച്ച് ഈ രാഗത്തിൽ പാട്ട് പാടുന്നത് അപകടകരമാണെന്നാണ് വിശ്വാസം. ഈ സമയത്ത് ആഹിരി രാഗം ആലപിച്ചാൽ അത് അകാല മൃത്യുവിനോ ഗുരുതര രോഗങ്ങൾക്കോ മാനസിക പ്രശ്നങ്ങൾക്കോ കാരണമായേക്കാം. ചിലർ ഇത് ദുഷ്ടശക്തികളെ ആകർഷിക്കും എന്നും വിശ്വസിക്കുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒരു രാജകുമാരിയുടെ വിലാപത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ രാഗം എന്നും പറയപ്പെടും. അവളുടെ കണ്ണുനീർ ഓരോ സ്വരമായും അവളുടെ ഹൃദയവേദന ഓരോ ഭാവമായി ആഹിരിയിൽ അലിഞ്ഞു ചേർന്നു. ഈ വിശ്വാസത്തിന് ശാസ്ത്രീയപരമായ ഒരു അടിത്തറയില്ലെങ്കിലും സംഗീതജ്ഞർക്കിടയിൽ ഇതൊരു മുന്നറിയിപ്പായി നിലകൊള്ളുന്നു. ഒരുപക്ഷെ ഈ രാഗത്തിന് തീവ്രമായ ദുഃഖഭാവവും അതിന്റെ ആലാപനത്തിന് ആവശ്യമായ ആഴത്തിലുള്ള മാനസികാവസ്ഥയും ഒരു കലാകാരനെ മാനസികമായി തളർത്താൻ സാധ്യത ഉണ്ടായിരുന്നിരിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ രാത്രിയുടെ നിശബ്ദതയിൽ ഈ രാഗം പുറത്തുവിടുന്ന വൈബ്രേഷനുകൾക്ക് അത്രയും ശക്തി ഉണ്ടായിരുന്നിരിക്കാം. ആഹിരി രാഗം കേവലം ഒരു സംഗീതത്തിന്റെ രൂപമല്ല. അത് വികാരങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും ഒപ്പം ചില മുന്നറിയിപ്പുകളുടെയും ഒരു സങ്കലനമാണ്. സംഗീതത്തിന്റെ ശക്തി അനിർവചനീയമാണ്. ഓരോ സ്വരത്തിനും ഓരോ രാഗത്തിനും അതിൻ്റെതായ ഊർജമുണ്ട്. ആ ഊർജത്തെ തിരിച്ചറിയുക, അതിനെ ബഹുമാനിക്കുക, അതാണ് ഓരോ സംഗീത പ്രേമിയും ചെയ്യേണ്ടത്. അടുത്ത തവണ നിങ്ങൾ ഈ രാഗം കേൾക്കുമ്പോൾ അതിന്റെ ഭാവങ്ങൾക്കപ്പുറം അതിന്റെ ചരിത്രവും അതിന്റെ ഐതിഹ്യങ്ങളും അതിന്റെ നിഗൂഢതകളും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക.